ഡ്രസ്സോടെ കയറ്റി വിടില്ല. കാണണമെന്നില്ലേ? ഉണ്ട്. പ്രിയപ്പെട്ട നേതാവായിരുന്നു അല്ലേ? അതെ. പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ള സാറാണ്. പക്ഷെ ഈ വേഷമായതുകൊണ്ടാണ് കയറിപ്പോകാം. കയറ്റി വിടില്ല മക്കളെ. കയറ്റി വിടും. ഇക്ബാൽ ഒന്ന് കയറ്റി വിട്ടോളൂ. തീർച്ചയായിട്ടും കയറ്റി വിടണം. പോലീസുകാരോട് പറഞ്ഞാൽ മതി, കയറ്റി വിടാം. തീർച്ചയായിട്ടും ആ അമ്മയാണ് കാണേണ്ടത്. അതിനകത്ത് എന്താ സംശയം? ഉറപ്പായിട്ടും VS-നെ കാണാൻ ആര് വന്നാലും VS-നെ കയറ്റിവിടും. ഏത് വേഷത്തിലും VS-നെ കാണാം നിങ്ങൾക്ക്. അതാണ് VS. അതെ. അങ്ങ് അയിരൂപ്പാറയിൽ നിന്ന് വീട്ടിൽ നിന്ന് വേഷത്തിലിറങ്ങി വന്നൊരു വീട്ടമ്മയാണ് ആശുപത്രിയിൽ വന്നതാണ്. അപ്പുറത്തെ ഒരാളുടെ കേട്ടപ്പോൾ കയറ്റി വിടൂല എന്ന് പറഞ്ഞു ഈ വേഷത്തിൽ. എന്നാൽ സാറന്മാരുടെ അടുത്ത് കേട്ടെങ്കിൽ കയറ്റി വിട്ടാൻ സുഖമില്ല. ഇക്ബാൽ, നമുക്ക് ആ അമ്മയെ തീർച്ചയായിട്ടും ഉള്ളിൽ കയറ്റി വിടണം. ആശുപത്രിയിൽ പോയിട്ട് വന്നത്, ഒരു സർജറിയൊക്കെ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു ക്യൂവിൽ നിൽക്കാതെ മുന്നിൽ തന്നെ കൊണ്ടുപോകാൻ നന്നായിരിക്കും ഒരു പക്ഷേ. ഇക്ബാൽ ഒന്ന് കൊണ്ടുവിടും. ഇക്ബാൽ, ക്യൂവിൽ നിൽക്കാതെ അമ്മയെ ഒന്ന് മുൻപിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവിടാം. പോലീസുകാരെ സമ്മതിക്കും. ഇപ്പോൾ അതാ പോലീസുകാർ നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് അഭ്യർത്ഥന കേട്ടിരിക്കുന്നു. പോലീസുകാർ, താങ്ക് യു പ്രിയപ്പെട്ട പോലീസുകാരാ. ഇതാണ് VS-ന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു പോലീസ്. VS-ന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥർ. വരി നിൽക്കാതെ പാവപ്പെട്ട മനുഷ്യർക്ക് VS-നെ വന്ന് കാണാനുള്ളൊരു അവസരം കൂടി ഒരുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വേണം. ഇവിടെ ഇക്ബാലാണ് ആ അവസരം ഒരുക്കിയത്. ആ പാവപ്പെട്ട അമ്മയ്ക്ക് സർജറിയൊക്കെ കഴിഞ്ഞതാണ്. ആശുപത്രിയിൽ നിന്നനിപ്പിൽ വന്നതാണ്. നിന്നനിപ്പിൽ വരുമ്പോൾ ആ അമ്മയെ തീർച്ചയായിട്ടും ആ പോലീസിനൊരു താങ്ക്സ് പറയണം. അമ്മയെ ഉള്ളിലേക്ക് കയറ്റിവിടുകയാണ്. തീർച്ചയായിട്ടും ആർക്കാണ് ആ അമ്മയെ കയറ്റിവിടാൻ ഭയം? VS-ന്റെ കാലത്ത് ഇതുപോലുള്ള അമ്മമാരാണ് VS-നെ സ്നേഹിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ ആ അമ്മയെ കൈപിടിച്ച് എത്തിക്കുകയാണ്. VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആശുപത്രിയിൽ എത്തിയതാണ് ആ അമ്മ. ആശുപത്രിയിലെത്തി നിന്ന വേഷത്തിൽ വന്നതാണ്. കാണാൻ പറ്റില്ല എന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ തിരികെ പോയതാണ്. ഇക്ബാൽ ആ അമ്മയെ തിരികെ VS-നെ കാണാൻ വേണ്ടി എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കയ്യിൽ ഒരു കൂട്ടം മരുന്നും കുറിപ്പടികളുമാണ് ഉള്ളത്. ഇതുപോലുള്ള അമ്മമാരാണ് സ്ത്രീകൾക്കെതിരെ ഓപ്പറേഷൻ വയറ്റിലൊരു മുഴ വന്നത് 3 സർജറി കഴിഞ്ഞു. ഇന്ന് ഗുളികയ്ക്ക് വന്ന് 3 ദിവസമായി മക്കളെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു എൻ്റെ വീട്ടിൽ. അപ്പോഴാണ് ഈ VS ഇവിടെ ഉണ്ടെന്നുള്ള വിവരം. അതെ. എന്തോ VS-നോട് ഇത്രയും സ്നേഹം തോന്നാൻ കാരണം എന്തായിരുന്നു? സാറ് കിടക്കയിലാകുന്നതിന് തൊട്ട് മുൻപ് വരെ കോടതിയിലെത്തി പോരാട്ടം നടത്തിയ വ്യക്തി എങ്ങനെ നോക്കി കാണുന്നു? ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ പോരാടിയിട്ടുണ്ടാവില്ല. കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്കെതിരെ പോരാടിയിട്ടുള്ള ഒരു സഖാവ് തന്നെയാണ് ഞങ്ങളുടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റുള്ള എല്ലാ സഖാക്കളും. സ്ത്രീകൾക്ക് അനുകൂലമായിട്ട്, സ്ത്രീകൾക്ക് എതിരായിട്ട് ഇന്നുവരെ ഒരു ചെറിയ വീഴ്ച പോലും ഞങ്ങളുടെ സഖാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിൽ എടുത്തു പറയത്തക്ക ആളാണ് VS അച്യുതാനന്ദൻ. വലിയൊരു വിടവാണ്, വലിയ ഒരു വിടവാണ്, നികത്താനാവാത്ത വിടവാണ്. ഞങ്ങൾക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഓരോ പ്രസംഗങ്ങളും ഞങ്ങളിങ്ങനെ ചെവിയോർത്ത് കേട്ടോണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാച്ചിക്കുറുക്കിയ പ്രസംഗങ്ങളാണ്. എവിടെയാണ് നീട്ടേണ്ടത്, എവിടെയാണ് കുറുക്കേണ്ടതെന്ന് VS-ന് അറിയാമായിരുന്നു. എതിരാളികൾക്ക് എങ്ങനെയാണ് കൊള്ളേണ്ടതെന്ന് VS-ന് അറിയാമായിരുന്നു. പ്രധാനമായ പ്രസംഗങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ദർബാർ ഹാളിലുള്ള VS-ന്റെ അന്ത്യയാത്രയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ ആ അമ്മയും കൊണ്ട് ദർബാർ ഹാളിലേക്ക് പോകുന്നുണ്ട്. ഈ അമ്മയെ പോലുള്ളവരുടെ പ്രതിനിധികളാണ്. ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ ആളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. VS-ന്റെ കാലത്ത് അങ്ങനെയാണ്. സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം നിലയുറപ്പിച്ച മനുഷ്യര്. ഉള്ളിൽ ഗവർണറുണ്ട്.